GR അനിൽ. സാർ, ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല ആവർത്തിച്ച് പറഞ്ഞുവെങ്കിലും വീണ്ടും ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തയ്യാറായതിൻ്റെ പ്രധാന കാരണം അത്ര കണ്ട് ഗുരുതരമായ സാഹചര്യമാണ് സാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ. അത്ര കണ്ട് ഗുരുതരമായ അവസ്ഥയാണ്. നിങ്ങളുടെ തന്നെ ഭൂരിപക്ഷമുള്ള ഒരുപാട് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടല്ലോ. അതിലെ അംഗങ്ങളെല്ലാം വല്ലാത്ത പ്രതിസന്ധിയിലാണ് സാർ. കേരളത്തില് അത് പഞ്ചായത്ത് വകുപ്പിന്റെ മന്ത്രിക്ക് അവരെ ആ ജില്ലയിലെ തന്നെ അവസ്ഥ ഓരോ മുനിസിപ്പാലിറ്റിയുടെയും കണക്കുകൾ നോക്കുമ്പോൾ അറിയാൻ കഴിയും. അതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ പറവൂർ മുനിസിപ്പാലിറ്റിയുടെ കണക്ക് നോക്കിയാൽ അറിയാൻ കഴിയും. എൻ്റെ മണ്ഡലത്തിന്റെ അവസ്ഥ എനിക്ക് നേരിട്ട് അറിയാം സാർ. അതുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. അത് ചർച്ച ചെയ്യുക മാത്രമല്ല, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു 5000 കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്, അതിന്റെ ആനുപാതികമായ കുറവെന്ന് പറഞ്ഞു. സാർ, ഏത് ആനുപാതികമായ കുറവ് വരുമ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കുറവ് വരാതിരിക്കാനാണ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് നോക്കിയാൽ ഗ്രാജുവലായിട്ട് മൂന്നാം ഗഡു കൊടുക്കാനുണ്ട്. അദ്ദേഹം വിഷയം അവതരിപ്പിക്കട്ടെ സാർ, ഞാൻ പറഞ്ഞോട്ടെ. വിഷയം അവതരിപ്പിക്കട്ടെ. മൂന്നാം ഗഡു കൊടുക്കാനുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാമല്ലോ. മൂന്നാം ഗഡു കൊടുക്കാൻ കഴിയാത്ത വന്നത് എന്താ സാർ? മാർച്ച് മാസമാണ് ഫണ്ട് അലോട്ട് ചെയ്യുന്നത്. ഇലക്ഷന്റെ പ്രഖ്യാപനം വന്ന് കോഡ് ഓഫ് കോണ്ടാക്ട് വന്ന സമയത്ത് അത് ഒഴിവാക്കണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒഴിവാക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ട കാര്യമല്ലേ? അത് സ്പിൽ ഓവറായി ഉൾപ്പെടുത്തേണ്ടതല്ലേ? അത് ചെയ്തില്ലല്ലോ സാർ. ഞാൻ വിഷയത്തിലേക്ക് വരാം സാർ. ജനാധിപത്യ അധികാര വികേന്ദ്രീകരണത്തിലൂടെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധയിൽ വന്ന കേരള മാതൃക പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് സാർ. പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും അർഹതപ്പെട്ട പ്ലാൻ ഫണ്ട് വൻതോതിലാണ് ഈ സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നത്. പദ്ധതി വിഹിതം കുറച്ചതിനാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ് സാർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. സ്പില്ലോവർ കുടിശ്ശിക തീർക്കാൻ പോലും പണമില്ലാതെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വലയുകയാണ് സാർ. ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവന്റെ കുടിവെള്ള പദ്ധതികൾ നിലച്ചു. റോഡ് അറ്റകുറ്റപ്പണി നടക്കുന്നില്ല. ലൈഫ് ഭവന പദ്ധതി പ്രകാരമുള്ള വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നു. ബെഡ് സ്കൂളുകളുടെ പ്രവർത്തനം പോലും അവതാളത്തിലായി. പാലിയേറ്റീവ് പ്രവർത്തനം നിശ്ചലമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. ബഡ്ജറ്റിൽ നേരിട്ടുള്ള ഗ്രാന്റുകൾ പരിമിതപ്പെടുത്തിയ ശേഷം തദ്ദേശ സ്ഥാപനങ്ങളോട് സ്വന്തം നിലയ്ക്ക് ഫണ്ട് കണ്ടെത്താനാണ് ബഡ്ജറ്റിലൂടെ പറഞ്ഞത്. തദ്ദേശ സ്ഥാപനങ്ങളോട് അത് നിങ്ങൾ അറിയുന്നില്ലേ? സ്വന്തം നിലയിൽ ഫണ്ട് കണ്ടെത്തി നിന്നുകൊള്ളാൻ പഞ്ചായത്തിലൂടെ വായ്പ എടുക്കാനും പൊതു സ്വകാര്യ പങ്കാളിത്ത മേഖലകൾ കണ്ടെത്തുവാനും സർക്കാർ ബഡ്ജറ്റിൽ പറയുകയാണ് സാർ. വികസന ആവശ്യങ്ങൾക്കായി തദ്ദേശ സ്ഥാപനപരമായ വായ്പകൾ എടുക്കണമെന്നാണ് ബഡ്ജറ്റ് നിർദ്ദേശിക്കുന്നത് സാർ. പദ്ധതി വിഹിതം കുറയുമ്പോൾ സ്വാഭാവികമായും പട്ടികജാതി ഉപപദ്ധതി, പട്ടികവർഗ ഉപപദ്ധതി എന്നിവയ്ക്കുള്ള തുകയും കുറയുമെന്ന് നേരത്തെ ഞങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞതാണ് വിമർശനം സാർ. അതിനായി പ്രത്യേക പണം വകയിരുത്തുമെന്നാണ് മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞത്. എന്നാൽ ധനവിനിയോഗ ബില്ലിൽ ഇത് കണ്ടതേയില്ല സാർ. പട്ടിക വിഭാഗങ്ങളോടുള്ള കടുത്ത അവഗണനയായേ ഇതിനെ കാണാൻ കഴിയൂ സാർ. എന്നാൽ LDF സർക്കാരിന്റെ കീഴിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് ക്രമമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന കണക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം എടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സാർ. കോവിഡിന്റെ കാലം ഒഴികെയുള്ള എല്ലാ വർഷവും അത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് കേരളത്തിൽ LDF സ്വീകരിച്ചത്. 2022-23 കണക്കുകൾ പ്രകാരം 848 കോടി രൂപയായിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതികൾ 2024-25 കണക്കുകൾ പ്രകാരം 8352 കോടിയായി വർദ്ധിച്ചു സാർ. തുടർന്ന് 2025-26 പുതുക്കിയ കണക്കിൽ ഇത് 9100 കോടിയായി ഉയരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള ഈ അനുകൂല സമീപനം LDF സർക്കാർ തന്നെ തയ്യാറാക്കിയ 2026-27 വർഷത്തേക്കുള്ള ബഡ്ജറ്റിലും തുടർന്നു. ഇതിൽ തദ്ദേശ പദ്ധതി വിഹിതമായി 10,189 കോടി രൂപയാണ് നിശ്ചയിച്ചിരുന്നത് സാർ. എന്നാൽ പുതിയ സർക്കാരിന്റെ വരവോടെ ഇതിൽ കുറവ് വന്നിരിക്കുകയാണ്. 2026-27 പുതുക്കിയ സംസ്ഥാന പ്ലാനിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം 8,655.45 കോടിയായിട്ടാണ് വെട്ടിക്കുറച്ചത്. ഇത് ഏകദേശം ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ 1,535.5 കോടിയുടെ കുറവാണ് സാർ.
മാത്രമല്ല 2025-26 പുതുക്കിയ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 38.2% വലിയൊരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. സർ, കഴിഞ്ഞ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച അവസാന ബഡ്ജറ്റ് സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ജനറൽ പർപ്പസ് ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട് എന്നിവ ഉയർത്തുകയും പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ട് 11.6% വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. സർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലോക്കൽ ഗവൺമെന്റ് ബോർഡ് ഓഫ് ഫിനാൻസ് സ്ഥാപിക്കുക എന്ന സുപ്രധാന തീരുമാനവും കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിരുന്നു. സാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ താരതമ്യേന പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക വികസന ഫണ്ട് അനുവദിക്കുന്നതിനോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു. സാർ, അത് വളരെ ഗൗരവമായ വിഷയമാണ്. കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും MLA-മാരും MP-മാരുടെ മുന്നിലെല്ലാം അവർ നിരന്തരമായി പറയുന്ന ഒരു വിഷയമാണ്. അത്തരം വിഷയത്തെ സംബന്ധിച്ച് ബഡ്ജറ്റിലും പരാമർശിക്കുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള ഒരു അവഗണനയുടെ ഒരു ഉദാഹരണമാണ് സാർ അത് കാണിക്കുന്നത്. എന്നാൽ വികേന്ദ്രീകരണത്തിന് വലിയ ഊന്നൽ നൽകിയ കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ നിന്ന് തികച്ചും പുറകോട്ട് പോകുന്ന സമീപനമാണ് ഇപ്പോൾ UDF സർക്കാർ സ്വീകരിക്കുന്നത്. സാർ, എന്റെ മണ്ഡലത്തിലെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ സാധാരണ പ്ലാൻ വിഹിതമായി കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത് 9.32 കോടി രൂപയായിരുന്നു. എന്നാൽ ഇത്തവണത്തെ പുതുക്കിയ ബഡ്ജറ്റിൽ പറയുന്നത് 2.3 കോടി രൂപയായി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. സാർ, ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സാർ, അതുപോലെ സാർ സമയമുണ്ട്, നോക്കാം. ഇവിടെ തദ്ദേശ മന്ത്രി ഉണ്ടല്ലോ, തദ്ദേശ മന്ത്രി, അദ്ദേഹത്തിന്റെ ജില്ലയിലെ പെരിന്തൽമണ്ണ 5.6 കോടിയായിരുന്നു 1.9 കോടിയായി. സാർ, പൊന്നാനിയിലെ നഗരസഭയുടെ അവസ്ഥ എന്താ? 9.8 കോടിയായിരുന്നത് 3.3 ആയി മാറി. സാർ, മഞ്ചേരി 10.3 ആയിരുന്നത് 3.4 കുറഞ്ഞു. സാർ, തിരൂരിലെ 5.1 ആയിരുന്നത് 2.1 ആയി. മലപ്പുറത്തിന്റെ സ്ഥിതി 11.7 കോടിയായിരുന്നത് 2.5 കോടിയായി കുറഞ്ഞു. സാർ, അതുപോലെ താനൂരിലെടുത്താൽ 9.4 ആയിരുന്നത് 2.6 ആയി. പരപ്പനങ്ങാടി എടുത്താൽ 9.8 2.7 ആയി. ഇങ്ങനെ ഓരോ മുനിസിപ്പാലിറ്റിയുടെയും തുക കുറഞ്ഞത് അവിടങ്ങളിലെ പദ്ധതികളെ ബാധിക്കുന്ന സ്ഥിതിയാണെന്നുള്ള കാര്യം ഞാനിനി പ്രത്യേകം പറയണ്ടല്ലോ. സാർ, പല മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലെല്ലാം ഗ്രാമസഭ കൂടി പദ്ധതി പ്ലാൻ അംഗീകരിച്ച് അതിനുശേഷം എങ്ങനെ ജനപ്രതിനിധികൾ അവിടുത്തെ ജനങ്ങളെ കാണാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകും? പ്ലാൻ ഉൾപ്പെടെ വാർഡ് സഭകളിൽ അംഗീകരിച്ച് പോയതിന് ശേഷം ജനപ്രതിനിധികൾക്ക് ആ ഫണ്ടില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അപ്പൊ ഇത് ഇങ്ങനെ ഒരു വളരെ ഗുരുതരമായ സാഹചര്യമാണ്. സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈകാര്യകൾ സർക്കാർ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാചാലനായി പറയുമ്പോൾ ഭരണപക്ഷത്തെ 102ന്റെ ബലത്തിൽ നല്ല കയ്യടി കിട്ടും. പക്ഷെ നമ്മുടെ പഞ്ചായത്തുകളിലെ മെമ്പർമാരുടെ സ്ഥിതി എന്താ? അവരെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. കയ്യും കാലും ഇട്ട് അടിക്കുകയാണ് അവർക്ക് വല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാര്യം. സാമ്പത്തികമായി അവയെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. സാർ, ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും നിലയ്ക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. ലോകം ചർച്ച ചെയ്ത പ്രാദേശിക വികസനത്തിലെ കേരള മോഡലിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് സാർ UDF സർക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതും സ്പിൽ ഓവർ അനുവദിക്കാത്തതും മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാർ, ഇവിടെ ധനകാര്യ കമ്മീഷന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. വികസന ഫണ്ടിൽ വരുത്തിയ കുറവിന് പകരമായി ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ആയത് പ്രശ്നപരിഹാരത്തിന് ഉതകുന്നതല്ല. വികസന ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാവുന്ന പല പദ്ധതികൾക്കും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിക്കാൻ കഴിയില്ല. സാർ, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ട്രേഡ് ഫണ്ട്, അൺട്രേഡ് ഫണ്ട് എന്നിങ്ങനെ 2 കമ്പോണന്റ് ആയിട്ടാണ് നൽകുന്നത്. ഇതിൽ ട്രേഡ് ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ളം, ശുചിത്വം എന്നീ മേഖലകളിലെ പദ്ധതി മാത്രമേ എടുക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇത് വികസന ഫണ്ടിന് പകരമാകില്ല. ഇത്തരത്തിൽ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വിനിയോഗിക്കേണ്ടി വരും. ഇത് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. സാർ, നിലവിൽ തന്നെ ഒട്ടേറെ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും സർക്കാർ നൽകുന്ന ഗ്യാപ്പ് ഫണ്ട് ഉപയോഗിച്ചാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ സ്തംഭനാവസ്ഥ ഒഴിവാക്കാൻ ആവശ്യമായ തരത്തിലുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നാണ് സാർ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി.